ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 314. നമ്മളിന്നും 2 സൂക്തങ്ങളാണ് നോക്കുന്നത്. ഒന്ന് കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 32, കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 33. ഇത് നമ്മളെ സ്വാധീനിക്കുന്ന ചില ശക്തികളാണ്. അവരെ ആശ്രയിക്കാതെയൊന്നും അല്ലെ അവരുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാതെയൊന്നും നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ കഴിയില്ല. അങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് അഗ്നിയാണ്. അപ്പോൾ സൂക്തം 32 അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമാണ്. ഊർജ്ജമില്ലാതെ, എനർജി ഇല്ലാതെ, ഊർജ്ജമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളെ ശരീരം നിലനിൽക്കുന്ന തന്നെ ശരീരത്തിനൊരു പ്രത്യേക ഊഷ്മാവുണ്ട്. ആ ഊഷ്മാവ് നിലനിൽക്കണം. നമുക്ക് എണീച്ചടക്കാൻ വേണ്ടിയിട്ട് ശക്തി വേണം. എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടിക്ക് ശക്തി വേണം. ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഊർജം പല രൂപത്തിലുണ്ട്. ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, മെക്കാനിക്കൽ, കെമിക്കൽ, ഫിസിക്കൽ എല്ലാം ഉണ്ട്. അതുപോലെ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി, ഇതെല്ലാം ബലങ്ങൾ, ഉപയോഗിക്കുന്ന ബലങ്ങൾ, ഇതെല്ലാം ഊർജത്തിൻ്റെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ആ ഊർജത്തിനെയാണ് അഗ്നി എന്ന് വേദങ്ങളിൽ പറയുന്നത്. അഗ്നി എന്ന് പറയുമ്പോൾ എല്ലാ ഊർജങ്ങളും, അഗ്നിയുടെ എല്ലാ രൂപങ്ങളും അതിൽ പെടും. അതായത് ഊർജം ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നാമത്തെ മന്ത്രത്തിൽ ഒന്നാമത്തെ സൂക്തം 32 എന്താണ് പറയുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 32. ഋഷി ബ്രഹ്മാവ്, ദേവത ആയുസ്, ഛന്ദസ് അനുഷ്ടുപ്പ്. ഉപപ്രിയം പനീനദം യുവാനമാഹുതി വൃദ്ധം അഗന്മ വിഭ്രതോ നമോ ദീർഘമായു കൃണോതു മേ. ഭാവാർത്ഥം: എല്ലാവരും സ്തുതിക്കുന്ന, എല്ലാവർക്കും പ്രിയങ്കരനും ആയിട്ടുള്ള, എല്ലാവരും ആഹൂതി അർപ്പിച്ച് വളർച്ച പ്രാപിക്കുന്നു. അഗ്നിക്കായിട്ട് ആഹൂതി അർപ്പിക്കുക. അതുവഴി നമുക്കും ദീർഘായുസ് നൽകണേ. എല്ലാവരും സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രശംസിക്കുക, അതിൻ്റെ കഴിവ് മനസ്സിലാക്കുക. കഴിവനുസരിച്ച്, അഗ്നിയുടെ കഴിവനുസരിച്ചാൽ നമ്മൾ അതിനെ സ്തുതിച്ചേ പറ്റൂ. എന്തെല്ലാം കഴിവുണ്ട്? നമ്മളെ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്തുന്ന അതാണ്, നമ്മൾ എണീച്ച് നിൽക്കാൻ സഹായിക്കുന്ന അതാണ്. നമുക്കിപ്പോൾ ചന്ദ്രനിൽ പോകേണ്ടിക്ക് റോക്കറ്റിൽ അഗ്നി ഉപയോഗിച്ചിട്ടാണ് പോകാൻ പറ്റുക. എന്ത് ചെയ്യേണ്ടെങ്കിലും അഗ്നി ഉണ്ടെങ്കിൽ നമ്മളത് എവിടെയും എത്തിക്കും. അപ്പോൾ ഊർജമാണ്. ഊർജമില്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. അഗ്നിയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമ്മൾ ഉണ്ടായത് തന്നെ. എന്ത് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നത് അഗ്നിയാണ്. നമുക്കറിയാലോ, ഒരു മുട്ട വിരിയുന്നതിന് അതിനൊരു പ്രത്യേക ചൂടുണ്ട്. ആ ചൂടിലാണ് അത് വിരിയുക. അല്ലാതെ അത് കൂടിയാലും കുറഞ്ഞാലും പോയാലും കാര്യം നടക്കില്ല. അതുപോലെ എല്ലാ രാസപ്രവർത്തനങ്ങൾക്കും നടക്കുന്നതിന് ഒരു പ്രത്യേകം എനർജി ഉണ്ട്. അത് ഏറ്റവും സൂക്ഷ്മമായി പഠിച്ചു പോകുമ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്കെല്ലാം നമ്മൾ എത്തുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് അത്രയും ക്വാണ്ടം ഓഫ് എനർജിയാണ്. എന്ത് കർമ്മം നടക്കേണ്ടിക്ക് ഒരു ക്വാണ്ടം ഓഫ് എനർജി വേണം. അത് കിട്ടിയാലേ അത് വർക്കാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിട്ട് പോകുമ്പോൾ അഗ്നിയുടെ ആ ഉപയോഗം അത്രയും പ്രാധാന്യമാണ്. ഒരു ക്വാണ്ടം ഓഫ് എനർജി. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഊർജ്ജമുണ്ട്. ഓരോ ഓർബിറ്റിനും ഓരോ ഊർജ്ജമുണ്ട്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളതാണ് അഗ്നി. അപ്പോൾ അതിനെ സ്തുതിച്ചേ പറ്റൂ. എല്ലാവർക്കും പ്രിയങ്കരനാണ്. അതിനെ ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. അഗ്നി ഇല്ലാതെ ആർക്കാണ് ജീവിക്കാൻ പറ്റുക? അപ്പോൾ എല്ലാവർക്കും പ്രിയങ്കരൻ തന്നെയാണ്. എല്ലാവരും ആഹൂതി അർപ്പിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കാണ് ആഹൂതി അർപ്പിക്കുന്നത്? അഗ്നിക്കാണ്. ഇപ്പോൾ ഒരു ചോറ് വെക്കണ്ടെങ്കിൽ നമ്മൾ അരിയും വെള്ളം ആർക്കാണ് കൊടുക്കുന്നത്? അഗ്നിക്കാണ്. അഗ്നി അത് എടുത്തിട്ട് തിന്നിട്ട് നമുക്ക് ചോറ് തരും.
അപ്പം അഗ്നിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എന്ത് കർമ്മം ചെയ്യാൻ ഒരു കല്ല് പൊട്ടിക്കണ്ടെങ്കിൽ ശക്തി അടിച്ച് ശക്തിയാണ് ഉപയോഗിക്കുന്നത്. ആ ശക്തിയാണ് എന്ത് ചെയ്യുന്നത്, ബലമാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ആ ബലമാണ് എന്ത് ചെയ്യുന്നത്, കല്ലിനെ പൊട്ടിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നതും അഗ്നിക്കാണ്, ആഹൂതി അർപ്പിച്ച്. അപ്പോഴതിൻ്റെ ശക്തി വർദ്ധിക്കും, വളർച്ച പ്രാപിക്കും. നമ്മൾ ഊർജം കൊടുക്കുമ്പോൾ അത് പ്രബലമായി തീരും. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, എപ്പോഴും അഗ്നിക്ക് ആഹൂതി അർപ്പിക്കണം. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അഗ്നിയെ മുൻനിർത്തി ചെയ്യണം, അഗ്നിക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ആ ഒരു തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കർമ്മം ചെയ്യുമ്പോഴേക്കും വിളക്ക് കത്തിച്ച് വെക്കണം. വിളക്കിനെ സാക്ഷിയായി, വിളക്ക് എന്നല്ല അർത്ഥം, അവിടെ അഗ്നിയെ സാക്ഷിയായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു തത്വം നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഊർജം. അപ്പോൾ ഊർജത്തെ അനാവശ്യമായ വൈദ്യുതി ഊർജമാണ്, വൈദ്യുതിയെ പെട്രോൾ ഊർജമാണ്, ഡീസൽ ഊർജമാണ്. അതൊന്നും അനാവശ്യമായി നശിപ്പിക്കരുത്. പ്രകൃതിയിൽ അതിൻ്റെ ഈ പെട്രോളെല്ലാം കണ്ടമാനം ഉപയോഗിച്ചിട്ട് ഒരു കാലം തീർന്നു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഊർജത്തെ നമ്മൾ സംരക്ഷിക്കണം. ഊർജ സംരക്ഷണ നിയമം എന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടല്ലോ. അപ്പം അതെല്ലാം അത്രയും കണിശമാണ് ഊർജം. നമുക്കറിയാലോ, ഒരു വസ്തുവിനെ നമുക്കൊരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ എത്രമാത്രം ഊർജമാണോ ചെലവാടുന്നത് അത് മറ്റതിൽ കയറി നിൽക്കും. അതുകൊണ്ടാണ് ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല, നിർമ്മിക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുന്നത്. ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് മാറ്റാം. എത്ര ഊർജ്ജമായിട്ടുണ്ടോ അത്രയും അപ്പോൾ എത്തണം. അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. 10 ഊർജ്ജം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിൽ എപ്പോഴും ആ 10 ഉണ്ടാകണം. എനിക്ക് ആ 10 2 എടുത്തിട്ട് കല്ലാക്കി മാറ്റാം. ഇതെല്ലാം ഉദാഹരണത്തിന് പറയുന്നതാണ്. എന്നാൽ ഇപ്പോൾ 8 ആവും. പക്ഷേ കല്ല് രൂപത്തിൽ അത് 2 എവിടെയുണ്ട്, കല്ല് രൂപത്തിലുണ്ട്. അതായത് ഊർജമാണ് ദ്രവ്യമായിട്ട് മാറിയത്. അപ്പം ഊർജം അത് വളരെ കണിശമായിട്ടാണ് പോകുന്നത്. അതിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. നമുക്ക് ആ ഊർജം ഉപയോഗിച്ചിട്ട് ഒന്നിനെ വേറെ രൂപത്തിലേക്ക് മാറ്റാം. പക്ഷേ എന്നാൽ ആ ഊർജം വേറെ രൂപത്തിൽ അവിടെ കാണും. അതുകൊണ്ട് നമ്മളെല്ലാം അഗ്നിക്കായിട്ടാണ് ആഹൂതി അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അഗ്നിയെ നമ്മൾ പ്രധാനപ്പെട്ട ദേവനായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊന്ന് ഓർത്തോണം, ഊർജമാണ്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അഗ്നിയെ മുൻനിർത്തി ചെയ്യുക എന്ന് പറയുന്നതിന് ഇത്രയേ അർത്ഥമുള്ളൂ. അഗ്നിയാണ് നമ്മളെ യജ്ഞങ്ങൾ പൂർത്തീകരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ അഗ്നിക്ക് കൊടുക്കണം. അഗ്നിക്കാണ് നമ്മൾ ആഹൂതികൾ അർപ്പിക്കേണ്ടത് അല്ലെ അർപ്പിക്കുന്നത്. അതുവഴി നമുക്ക് ദീർഘായുസ് നൽകണേ. നമുക്ക് ദീർഘായുസ്, അഗ്നിക്ക് എന്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞാലും അഗ്നി അത് നമുക്ക് ഗുണകരമായിട്ട് മാറ്റിത്തരും. നമുക്ക് ദീർഘായുസ് ഉണ്ടാക്കി ചോറ് തിന്നുണ്ട്. അഗ്നിക്ക് അരിയും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറാക്കി തരും, തിന്നാം, ഭക്ഷണം ഉണ്ടാക്കാം, കഴിക്കാം. നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അവിടെ അഗ്നി തന്നെയാണ് ശരീരത്തിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ജീവിച്ചാലേ നമുക്ക് ദീർഘായുസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഊർജം നശിച്ചു പോയാൽ ലോകത്തിന് നിലനിൽപ്പില്ല. അപ്പം നമ്മൾ ഊർജത്തെ സംരക്ഷിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട്. കാരണം അതുകൊണ്ടാണ് വീട്ടിലുള്ള ഫാനുകളെല്ലാം അനാവശ്യ സമയത്തൊന്നും ഓഫാക്കിയിട്ട് പോകണം എന്നെല്ലാം പറയുന്നത്. കാരണം ഈ ഊർജം ചിലപ്പോൾ നാളെ ഇല്ലാതായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രാധാന്യം തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. കാരണം അഗ്നിയാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നത്. ഇനി സൂക്തം 33 നമ്മൾ ഇതേപോലെ സ്വാധീനിക്കുന്ന മറ്റ് ചില ഘടകങ്ങളെ പേര് പറയുന്നതേ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 3 സൂക്തം 33. ഋഷി ബ്രഹ്മാവ്, ദേവത മരുത്ത്, പൂഷാവ് ബൃഹസ്പതി, അഗ്നി, ഛന്ദസ് പങ്ക്തി. സം മാ
സിഞ്ചന്തു മരുത സപൂഷാ സാ ബൃഹസ്പതി സംമയമഗ്നി സിഞ്ചതു പ്രജയാ ച ധനേന ച ദീർഘമായു കൃണോതു മേ. ഭാവാർത്ഥം: മരുത്തുക്കള്, പുഷാവ്, അഗ്നി എന്നിവരെല്ലാം ചേർന്ന് നമുക്ക് സത്സന്താനങ്ങളെയും ധനവും ദീർഘായുസ് എന്നിവയും നൽകണേ. മരുത്തുക്കൾ, പുഷാവ്, ബൃഹസ്പതി, അഗ്നി എന്നിവരെല്ലാം ചേർന്ന് നമുക്ക് സൽസന്താനങ്ങളെയും ധനവും കീർത്തി ദീർഘായുസും എന്നിവ നൽകണം. മരുത്തുക്കൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള ഗോളങ്ങളാണ്. ആകാശത്തിലുള്ള 49 ഗോള സമൂഹങ്ങളാണ്. 49 ഗോളങ്ങളുണ്ട് ആകാശത്തിൽ. അതാണ് പ്രപഞ്ചത്തിൻ്റെ ഘടന. ഈ ഓരോ നമ്മൾ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. ആ മരുത്തിൽ തന്നെ നമ്മൾ സൂര്യനും ഭൂമിയെല്ലാം ഒരു മരുത്തിലാണുള്ളത്. ആ മരുത്തിൽ തന്നെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് ഒരു മരുത്ത്. അങ്ങനെ എത്ര മരുത്തുണ്ട്? 49 മരുത്തുണ്ട്. ഇതെല്ലാം ആകാശത്തിലൂടെ ചലിക്കുകയാണ്. ഈ ചലനത്തിൻ്റെ അനുസരിച്ചാണ് നമ്മുടെ ജീവിതവും ലോകവും എല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ നിലയ്ക്കിന് പ്രധാനപ്പെട്ട ഒന്നാണ് മരുത്തുക്കൾ. ഈ മരുത്തുകൾ മഴ പെയ്യാനെല്ലാം സഹായിക്കുന്നത്. അവയുടെ ചലനമനുസരിച്ചാണ് മഴയെല്ലാം പെയ്യുന്നത്. പിന്നെ പുഷാവ്, ബൃഹസ്പതി, അഗ്നി എന്നെല്ലാം സൂര്യനാണ്, വ്യാഴഗ്രഹമാണ്. അഗ്നിയെപ്പറ്റി നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു. ഊർജമാണ്. എന്നിവരെല്ലാം ചേർന്നിട്ട് മറ്റൊരു ഗ്രഹമാണ് വ്യാഴം, സൂര്യൻ. സൂര്യനില്ലാതെ ഭൂമിയിലെ ജീവജാലങ്ങളൊന്നും നിലനിൽക്കില്ല. സൂര്യൻ്റെ വെളിച്ചമുള്ളത് കൊണ്ടാണ് സസ്യങ്ങൾ വളരുന്നത്, നമുക്ക് തിന്നാൻ പറ്റുന്നത്. മറ്റു ജീവികൾ, സസ്യങ്ങൾ ഭക്ഷിച്ചിട്ടാണ്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതെല്ലാം സൂര്യനിൽ നിന്നുള്ള വെളിച്ചം സസ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെടികളായിട്ടും പഴങ്ങളായിട്ടും എല്ലാം മാറ്റി വരികയാണ്. അവയെ കഴിച്ചിട്ട് മറ്റുള്ള ജീവജാലങ്ങൾ നിലനിൽക്കുകയാണ്. വ്യാഴഗ്രഹം നമ്മളെ സ്വാധീനിക്കുന്ന മറ്റൊരു ഗ്രഹമാണ്. നമ്മളെ ചിന്തകളെയെല്ലാം സ്വാധീനിക്കുന്ന. അഗ്നി എന്നത് ഊർജമാണ്. ഊർജമില്ലാതെ നമുക്ക് നിലനിൽക്കുക. ഇതെല്ലാം നമുക്ക് എന്ത് തരുന്നത്? സൽസന്താനങ്ങളെയും. ഇപ്പം ഗ്രഹങ്ങളെല്ലാം അനുകൂല സമയത്തെത്തുമ്പോഴാണ് നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. ഗ്രഹങ്ങൾ അനുകൂലമായ സമയത്ത്. അതുകൊണ്ടാണ് ജാതകം നോക്കുന്നത്. എപ്പോഴാണ് കുട്ടി ഉണ്ടാകുക എന്നെല്ലാം വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രഹങ്ങൾ പ്രത്യേക സമയത്ത്. അപ്പം നമ്മളെപ്പം കുട്ടികൾ ഉണ്ടാകണം എന്നെല്ലാം തീരുമാനിക്കുന്ന ഗ്രഹങ്ങളാണ്. സൽസന്താനങ്ങൾ, ധനവും. ജ്യോത്സ്യന്മാരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണ് എനിക്ക് പണം കിട്ടുക, അല്ലെങ്കിൽ എപ്പോഴാണ് ജോലി കിട്ടുക, എപ്പോഴാണ് സമ്പാദ്യം കിട്ടുക, ഇതെല്ലാം ചോദിക്കുന്നത് ഗ്രഹങ്ങൾ അവയുടെ ചലനമനുസരിച്ചാണ് നമ്മളിൽ ഇതെല്ലാം വന്നും പോയുമെല്ലാം ഇരിക്കുന്നത്. ദീർഘായുസിന് അഗ്നി വേണമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ആയുസ്സും ഏതിൽ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മളെ ജനിപ്പിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം തീരുന്നത് വരെ അത് ആയുസ് തരും. അതിൻ്റെ ഇടയ്ക്ക് ആരും നമ്മളെ തല്ലിക്കൊന്നാലും നമ്മൾ ചാകാൻ പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന, ഇപ്പോൾ എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ റോഡ് വെട്ടാനാണെന്ന് വിചാരിച്ചോളൂ. ആ റോഡ് വെട്ടിത്തീരുന്ന ഇപ്പോൾ എത്ര വയസ്സ്? ഒരു 99 വയസ്സിലായിരിക്കും ഞാൻ ഒറ്റക്കാണ് വെട്ടുന്നതെന്ന് വെച്ചോ. അതിനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. 99 വയസ്സ് വരെ വെട്ടിയാലേ തീരുവെങ്കിൽ എനിക്ക് 99 വയസ്സ് തന്നല്ലേ വെട്ടും. പിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നാലും ഞാനെങ്ങനെയാണ് ചാവില്ല. അപ്പോൾ ദീർഘായുസ് എന്നല്ലതെല്ലാം ഈ ഗ്രഹങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓരോ ആളും ജനിക്കുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അവന് ഇത്ര കർമ്മങ്ങളുണ്ട്, ആ കർമ്മം വരെ ആയുസ് കൊടുക്കും. അതെല്ലാം അപ്പം തീരുമാനം എവിടെ നിന്ന് വരികയാണ്? ഈ സൗരയൂഥ സിസ്റ്റവും ആകാശവും ഇതെല്ലാം കൂടിയിട്ടാണ് തീരുമാനിക്കുന്നത്.